ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു നമ്മുടെ ഈ വണ്ടിയുടെ ഒരു റിവ്യൂ ഇട്ടിട്ട് കുറച്ച് നാളായല്ലോ. അപ്പം ഇപ്പം അതിനുള്ളൊരു സമയമായി. കാരണം നമ്മളെ സെക്കൻഡ് സർവീസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് സർവീസ് കഴിയുമ്പോഴത്തേക്കും 5000 കിലോമീറ്റർ കഴിഞ്ഞിരിക്കും. 6000 കിലോമീറ്റർ വണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പം എനിക്ക് ഉണ്ടായ ഒരനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ്. പ്രത്യേകിച്ചും ഈ വണ്ടി എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇരുന്ന കുറേ ആൾക്കാർ പിന്നീട് ഈ വണ്ടി എടുക്കാതിരുന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയായിരുന്നു ഹിമാലയൻ 450. ഈ വണ്ടിയുടെ ഒരു ലോഞ്ച് നടന്നത് ഗോവയിൽ വെച്ചാണ്. അപ്പോൾ ഈ ഗോവയിൽ നടക്കുന്ന ഈ ലോഞ്ചിന് ഞാൻ പങ്കെടുത്തിരുന്നു. ഇതിന് പോകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് പോലും ഈ വണ്ടിയെ എത്രയും പെട്ടെന്ന് കാണുക, അടുത്ത് കാണുക, എന്താണ് ഈ വണ്ടി, അതിൻ്റെ ഒരു ബിഗ്നെസ് എന്താണ്, അതിൻ്റെ പെർഫോമൻസ് എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് നമ്മുടെ കയ്യിലിരുന്ന ഹോണ്ട 350 RSലാണ് നമ്മൾ ഗോവയിൽ പോയത്. അവിടെ ആ വലിയ പരിപാടിയിൽ ഒരുപാട് പേര് ഈ വണ്ടിയുടെ ലോഞ്ചിനായിട്ട് പങ്കെടുത്തു. വളരെ ഇഷ്ടപ്പെട്ടു ഈ വണ്ടി ഓടിച്ചു നോക്കി, ടെസ്റ്റ് ഡ്രൈവ് നടത്തി. അപ്പോഴത്തേക്കും വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മൾ തിരിച്ചു പോന്നു. ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വണ്ടി ഡെലിവറി തുടങ്ങി. നമുക്ക് ഈ കാമറ്റ് വൈറ്റ് കിട്ടാനായിട്ട്, കാമറ്റ് വൈറ്റ് കളറിന്റെ ഒരു പ്രശ്നം. കാരണം ബ്ലാക്കിനും വൈറ്റിനും മാത്രമായിരുന്നു ആദ്യം പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാമറ്റ് വൈറ്റ് കിട്ടാൻ കുറച്ചും കൂടി ഡിലേ ആയി. എന്നാലും അവർ കറക്റ്റ് സമയത്ത് നമുക്ക് ഈ വണ്ടി നമുക്ക് തന്നു. വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഈ റിവ്യൂസ് കണ്ടാണ് ഞാൻ ആകെ എനിക്കൊരു ഇത്തിരി അല്പം പരിഭ്രാന്തി ഉണ്ടായത്. കാരണം വണ്ടിയുടെ പല ഇഷ്യൂസും പലരും അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ അവസാനം വണ്ടി കൈ വന്നു, നമ്മളും വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഈ പറഞ്ഞ ഇഷ്യൂസ്, ഒന്ന് ടാപ്പിറ്റ് സൗണ്ട് ആണേലും ഇതിന്റെ കോൺസെപ്റ്റിന്റെ കാര്യത്തിലാണേലും ഒക്കെ ഒരു ചെറിയ ചെറിയ കംപ്ലൈന്റുകൾ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത്രയും ഗംഭീരമായിട്ടാണ് അതിന്റെ ലോഞ്ചും കാര്യങ്ങളും ഒക്കെ അവർ നടത്തിയതും. അതിന്റെ ഒരു വലിയൊരു റിവ്യൂ അവർ ഹിമാലയത്തിൽ ഈ വണ്ടിയായിട്ടൊക്കെ പോകുന്ന ഒരു റിവ്യൂ ഒക്കെ നടത്തി, ഒരു പ്രൊമോഷൻ നടത്തി. അങ്ങനെയൊക്കെ അവര് അവതരിപ്പിച്ച കാരണം നമ്മൾ ഈ വണ്ടിയിൽ ഭയങ്കരമായിട്ട് വിശ്വാസം അർപ്പിച്ചിരുന്നു. പക്ഷെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ നമ്മളെ ശരിക്കും എന്തെങ്കിലും ഫ്യൂച്ചറിലേക്ക് നമ്മളെ ഒരു കംപ്ലൈന്റ് ഉള്ള ഒരു വണ്ടിയായിട്ട് കൊണ്ടടക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്ത നമ്മളെ ശരിക്കും വിഷമിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ 5000 കിലോമീറ്റർ കഴിഞ്ഞു. സെക്കൻഡ് സർവീസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ തേർഡ് ഗിയറിൽ നമ്മൾ ഇട്ട് പോകുമ്പോഴത്തേക്കും 5000 RPM കയറുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ ആയിരുന്നു ഇതിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം. പക്ഷെ ഈ വൈബ്രേഷൻ ഇപ്പോൾ ഇല്ല. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ ഇട്ട് ആ കൈ കൂട്ടിക്കൊടുത്ത് 5000 RPM കയറുമ്പോഴത്തേക്കും വണ്ടിയെ കുതിക്കുന്ന സമയത്താണ് ഈ ഒരു വൈബ്രേഷൻ ശരിക്കും ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വൈബ്രേഷൻ ഈ വണ്ടിക്ക് ഇല്ല. അത് മാത്രമല്ല, ഈ ടാപ്പിറ്റ് സൗണ്ട് ഒക്കെ 2500 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകും എന്ന് പറഞ്ഞ സാധനം, അതിനൊരു പരിധി വരെ ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ട്. പക്ഷെ ആ സൗണ്ടും അത് അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ഇതുവരെയായിട്ട്. പിന്നെ കോൺസെപ്റ്റ് ഇഷ്യൂസ് എന്ന് പറയാനായിട്ട് നമ്മൾ ആദ്യം കൈ കൊടുക്കുമ്പോൾ മാത്രമേ ചെറിയ സൈഡിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് നമ്മൾ എപ്പോഴും കൈവിട്ട് ഓടിക്കുന്ന ഒരു വ്യക്തിയല്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതൊരു പ്രശ്നമേ അല്ല. അപ്പം അങ്ങനെ വളരെ സന്തോഷപൂർവം നമ്മൾ 6000 കിലോമീറ്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിച്ചവർ തീർച്ചയായിട്ടും ഈ വണ്ടി എടുക്കുക. വില ഒരല്പം കൂടുതലായിരിക്കാം എന്ന് പഴയ ഹിമാലയത്തെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നെങ്കിലും ഇതിന്റെ ഒരു ഷോക്ക് അബ്സറും ബാക്കിലത്തെ മോണോഷോക്ക് അടിപൊളിയാണ്. മാത്രമല്ല, നമുക്ക് ഇനി മഴക്കാലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡിന്റെ അവസ്ഥയൊന്നും പിന്നെ പറയാനേ ഉണ്ടാവില്ല. ആ സമയത്ത് നമുക്കൊന്ന് കണ്ണടച്ച് പോകാനായിട്ട് നമ്മുടെ വഴികളിലൂടെ ഒന്ന് പേടിക്കാണ്ട് ഒരു കുഴി വീണാലും നമുക്ക് ചാടിക്കേറി അവൻ പൊയ്ക്കോളും. ആ ഒരു വിശ്വാസ്യത നിങ്ങൾക്ക് എന്തായാലും ഈ വണ്ടിയിൽ കിട്ടും. അത് മാത്രമല്ല, നമ്മളൊരു ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു
100-115 കിലോമീറ്റർ ഒക്കെ അങ്ങ് കയറി കഴിഞ്ഞാലും നമ്മളറിയാലോ, നമ്മൾ മീറ്ററിലേക്ക് നോക്കുമ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ ഒന്ന് പകച്ചു പോകും, എടാ ഇത് ഇത്ര കിലോമീറ്റർ കയറിയോ എന്ന്. അതുപോലെയാണ് ഈ വണ്ടിയുടെ സ്പീഡും കാര്യങ്ങളും. പിന്നെ മറ്റൊന്ന്, ഇതിനകത്ത് നമ്മൾ ഇതുവരെയും ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് വണ്ടി കിട്ടിയിട്ട് മേടിച്ചു വെച്ചത് ആകപ്പാടെ ഈ ഒരു ക്രാഷ് ഗാർഡ് മാത്രമാണ്. അതിനപ്പുറത്തോട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. എനിക്ക് പലപ്പോഴും അതിന്റെ അപ്പുറത്തോട്ട് ഒരു സാധനം മേടിച്ചു വയ്ക്കണതിന്റെ ആവശ്യകത തോന്നിയിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ഓഫ് റോഡ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിന്റെ സകലമാന എക്സ്ട്രാ ഫിറ്റിങ്സും വെച്ച് വണ്ടി മോടി പിടിപ്പിച്ചിട്ട് വണ്ടി നിരത്തിലിറക്കുക പോലും ഉള്ളൂ. പക്ഷെ സത്യത്തിൽ നമ്മൾ വണ്ടി ഡെയിലി ഓടിക്കുന്നവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വണ്ടി ഓടിക്കുക, മാക്സിമം ഓടിച്ചത് യൂസ് ചെയ്യുക. ഇതുവരെ ഒരു ലോങ് ട്രിപ്പ് പോയിട്ടില്ല. പോയത് കേരളത്തിന് പുറത്തോട്ട് പോയിട്ടില്ല, പക്ഷെ കേരളത്തിന് ആകം ട്രിവാൻഡ്രം, പിന്നെ കോഴിക്കോട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പോയേക്കണത്. അങ്ങനെ മടുപ്പൊന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. എന്തായാലും ഈ വണ്ടി എടുക്കാനിരുന്നിട്ട് പിന്നീട് റിവ്യൂ കണ്ട് മടുത്തു പോയവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വണ്ടി ധൈര്യസമേതം എടുക്കാം. മറ്റുള്ള ബ്രാൻഡുകളെ വെച്ച് നോക്കുമ്പം ഈ വണ്ടിക്ക് അത്രയും വിലയില്ല. മാത്രമല്ല, എവിടെ ചെന്നാലും നമുക്ക് ഇതിൻ്റെ ഒരു സർവീസിങ്ങിനുള്ള ഉറപ്പായിട്ടും ഷോറൂം നമ്മുടെ തൊട്ടരികിൽ തന്നെ എവിടെ ചെന്നാലും കിട്ടുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പം ഞാൻ വളരെ സംതൃപ്തനാണ്, വളരെ സന്തോഷവാനാണ്. കാരണം എനിക്ക് ആ ഒരു വൈബ്രേഷൻ മാറുമെന്ന് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ ഈ സെക്കൻഡ് സർവീസിന് ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്തു. അതായത് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, വെറും ടോപ്പപ്പ് മാത്രം ചെയ്താൽ മതി എന്നുള്ളിടത്ത് ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്തെടുത്തു. അപ്പോൾ വണ്ടി വളരെ സ്മൂത്തായി. എനിക്കിപ്പോൾ ആ വൈബ്രേഷനൊന്നുമില്ല. അപ്പോൾ നിങ്ങളോട് ഈ ഒരു കാര്യമൊന്ന് പറയണമെന്ന് തോന്നി. അതിനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. ഇനിയും പുതുമയുള്ള വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, അപ്പോൾ ബൈ, ടാറ്റാ.